ശിവായ ഓം നമ ശിവായ ഓം ഓം നമ ശിവായ ഓം ശ്രീ ശിവപാർവതിമാരേ ശരണം. ഹര 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 നമ പാർവതീപതേ ഹര ഹര മഹാദേവ. ശ്രീ ശിവപാർവതിമാരേ ശരണം. നമ ശിവായ നമ ശിവായ നമ ശിവായ ഓം. ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി. ഇന്നലെ ശിവപുരാണം മുഴുവനായിട്ടും ഒന്ന് ചുരുക്കിയിട്ടാണ് ഒരു സംഗ്രഹിച്ച് എഴുതിയത്. ശിവകഥ എന്ന പേരിൽ അത് ഗ്രന്ഥമാക്കാൻ ആഗ്രഹിക്കുന്നു. 10,000-ഓളം ശ്ലോകങ്ങളിലായിട്ട് 48 അക്ഷരമുള്ള കാകളി വൃത്തത്തിൽ, ജഗതി വൃത്തത്തിൽ എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നലെ അതിൻ്റെ അവസാനത്തെ ഭാഗം, വായവീയ സംഹിതയുടെ അവസാനത്തെ ഭാഗം അന്ന് പാരായണം ചെയ്തു. ഇനി അത് പുസ്തകമാക്കണം, ഇനി DTP എടുക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണം. നമ്മൾ ശിവപുരാണം പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ആയി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചധികം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചില തിരക്കുകൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു ബ്രേക്ക് വന്നു. 2-3 മാസമായി. അങ്ങനെ 70ാമത്തെ ഭാഗം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. 69-70. ശിവപുരാണം ഉപപുരാണമായിട്ടാണ് പറയുക എങ്കിലും അത് മഹാപുരാണമായിട്ടാണ് യജ്ഞമായിട്ട് ചെയ്യാറ്. അത് ലക്ഷണപ്രകാരം മാത്രമാണ് ഉപപുരാണമായത്. ലക്ഷണങ്ങൾ പലതരത്തിലുണ്ട്. സാമാന്യനെയുള്ള ലക്ഷണം അത്ര സർഗ വിസർഗശ്ച സ്ഥാനം പോഷണം മോദയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ. 10 ലക്ഷണങ്ങളോട് കൂടിയിട്ട്. പിന്നെ അതിൻ്റെ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ മറ്റ് പുരാണങ്ങളൊക്കെ സാമാന്യേന 5 ലക്ഷണങ്ങളോട് കൂടിയിട്ടേ പറയാറുള്ളൂ. സർഗം, വിസർഗം, വംശം, വംശാനുചരിതം, മന്വന്തരം, ഇങ്ങനെ 5 ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് മറ്റ് പുരാണങ്ങളൊക്കെ പറയുക. അപ്പോൾ ആ ലക്ഷണപ്രകാരമാണ് ഇതിനെ ഉപപുരാണം ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് മുഖ്യം തന്നെയാണ്. പടി 6 കടന്നാൽ മഹാദേവനെ കാണാം. 7 കഴിഞ്ഞാൽ വൈകുണ്ഠത്തിലേക്ക് എത്താം. 8ലേക്ക് അങ്ങനെയാണ്. അപ്പോൾ പലതുണ്ട്. നമുക്കത് അത്രയ്ക്കൊന്നും അങ്ങോട്ട് പോകണ്ട. മഹാദേവൻ്റെ ഈ ചരിത്രം, മഹാദേവൻ്റെ അവതാരാദി ലീലകൾ, ഭക്ത അനുഗ്രഹം, മർത്യർക്ക് വേണ്ടതായിട്ടുള്ള നിയമങ്ങൾ, വർണ്ണാശ്രമ ധർമാധികാരങ്ങൾ, അതിൻ്റെ വിശദീകരണം ഉപകഥകളോട് കൂടിയിട്ട്, നമുക്ക് താത്വികമായിട്ടുള്ള ഉപദേശങ്ങളോട് കൂടിയിട്ട് ധാരാളം ഭക്തന്മാരെ, ഋഷികളൊക്കെ മഹാദേവനെ സ്തുതിക്കുന്നതായിട്ടുള്ള രീതിയിൽ സകലസ്വരൂപ സ്തുതിയുണ്ട്, ബ്രഹ്മസ്തുതിയുണ്ട്. ബ്രഹ്മം എന്ന അവസ്ഥയിൽ ഭഗവാനായിട്ടും ബ്രഹ്മമായിട്ടും കണ്ടുകൊണ്ട് സ്തുതിക്കുന്നതായിട്ടുള്ള ആ ശിവം എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ അതിലൊക്കെ ധാരാളം നമുക്ക് അറിവുകൾ കിട്ടുകയാണ്. അപ്പോൾ ഈ അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ വ്യാസൻ ഇപ്രകാരത്തിൽ ഇതിനെ രചിച്ചതും പിന്നീട് ഇങ്ങനെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയാണ് നമുക്ക് കിട്ടിയതും. അപ്പോൾ ഇതിൽ 7 സംഹിതകളാണ് ഉള്ളത്. വിദ്യേശ്വര സംഹിത, രുദ്ര സംഹിത, ശതരുദ്ര സംഹിത, കോടിരുദ്ര സംഹിത, ഉമാസംഹിത, കൈലാസ സംഹിത, വായവീയ സംഹിത, ഇങ്ങനെ 7 സംഹിതകളാണ് ഉള്ളത്. അത് തന്നെ 5 എന്നും പറയാറുണ്ട്. ഭഗവാന്റെ മുഴുവൻ 5ൻ്റെ കണക്കാണ്. ഓം നമ ശിവായ, അതിൽ നമ ശിവായ 5 അക്ഷരമാണ്. ഓങ്കാരം, ആ ഉ മ ബിന്ദുനാദം 5, ഇങ്ങനെ 5 ശിരസ്സുള്ളതായിട്ടുള്ള മഹാദേവൻ. മുഴുവൻ 5ൻ്റെ കണക്കാണ്. അപ്പോൾ ആ നിലയ്ക്ക് കണക്കാക്കുമ്പോൾ ഇത് 5 സംഹിതയേ ഉള്ളൂ. വിദ്യേശ്വര സംഹിത, രുദ്ര സംഹിത, അതിൽ രുദ്രസംഹിതയിൽ ശതരുദ്ര സംഹിതയും കോടിരുദ്ര സംഹിതയും 3 പറഞ്ഞു. അതിൽ തന്നെ രുദ്രസംഹിതയിൽ സൃഷ്ടിഖണ്ഡം, സതീഖണ്ഡം, പാർവതീഖണ്ഡം, കുമാരഖണ്ഡം, യുദ്ധഖണ്ഡം, ഇങ്ങനെ രാമായണത്തിലാകുമ്പോൾ കാണ്ഡം ആണ്, ഇതിൽ ഖണ്ഡം ആണ്, വ്യത്യാസമുണ്ട്. അപ്പോൾ വിദ്യേശ്വര സംഹിത ആദ്യത്തെ,
രണ്ടാമത്തേൽ രുദ്രസംഹിതയിൽ 5 ഭാഗം: സൃഷ്ടിഖണ്ഡം, സതീഖണ്ഡം, പാർവതീഖണ്ഡം, കുമാരഖണ്ഡം, യുദ്ധഖണ്ഡം. അതേപോലെ തന്നെ രുദ്രനെ പറ്റി പറയുന്നതിൽ രുദ്രൻ്റെ അവതാരങ്ങൾ ഈ ശതരുദ്ര സംഹിത, കോടി രുദ്ര സംഹിത, അങ്ങനെ 2 സംഹിതയും കൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇവിടെ 2 സംഹിതയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി ഉമാസംഹിത, സതീദേവി ഉമാദേവി ആയിക്കൊണ്ട് ഹിമവാൻ്റെയും മേനയുടെയും പുത്രിയായിട്ട് അനവധി തപസ്സൊക്കെ ചെയ്ത് മഹാദേവനിലേക്ക് ചേരുന്നതായിട്ടുള്ള അർദ്ധനാരീശ്വര സങ്കല്പത്തിലേക്ക് എത്താനുള്ള തപസ്സാദി കാര്യങ്ങളൊക്കെ. പിന്നെ കൈലാസ സംഹിത, വായവീയ സംഹിത, വായുദേവൻ പറയുന്നതായിട്ടുള്ള കഥ. അപ്പോൾ അതാണ് ഏറ്റവും ഒടുക്കം. വായവീയ സംഹിത തന്നെ പൂർവഖണ്ഡവും ഉത്തരഖണ്ഡവും അങ്ങനെ 2ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1, 5, 6, 2, 8, പിന്നെ 9, 10, 11, 12 ഇങ്ങനെ 12ആയിട്ടാണ് ഈ വിന്യാസം. 12 ഖണ്ഡങ്ങളുണ്ട്. ഈ 12 ഖണ്ഡങ്ങൾ 7, 5, 12 എന്ന നിലയ്ക്കാണ്. 5 നമശിവായ, 7 എന്നുള്ളത് ഈ നമശിവായ എന്നുള്ളത് ബ്രഹ്മമായിട്ടും, ഓങ്കാരോ നമശിവായോ അതൊക്കെ ബ്രഹ്മമായിട്ട്, ശബ്ദബ്രഹ്മമാണ്. ഇനി അത് സമഷ്ടി ഭാവത്തിൽ വിരാട്ട് എന്നുള്ള നിലയ്ക്ക്. 7 ആയപ്പോഴേക്കും ദേഹം കിട്ടിയതായിട്ടുള്ള ബ്രഹ്മാംശമായിട്ടുള്ള ജീവൻ ഇപ്പം നമ്മളെ കയ്യിലപ്പെടാം. അത് വ്യഷ്ടിയാണ്. അപ്പോൾ സമഷ്ടി വ്യഷ്ടി ഈ വ്യത്യാസം. ദേഹം കിട്ടിയത് വിശേഷബുദ്ധിയോട് കൂടിയതായതുകൊണ്ട് നമ്മുടെ ഈ ശരീരത്തിന്, മനുഷ്യ ശരീരത്തിന് ലേശാധികം പ്രാധാന്യമുണ്ട്. അതിലും ഗൃഹസ്ഥധർമ്മത്തിന് കുറച്ചധികം പ്രാധാന്യമുണ്ട്. എന്നാലും ഗൃഹസ്ഥനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇവിടെ ഈ ഋഷിത്വത്തിലും ജ്ഞാനത്തിലും പിന്നെ ആചരണത്തിലും. അതായത് ഗൃഹസ്ഥന്മാർ സാധാരണ ലൗകികരായിട്ട് ചിന്തിച്ച് അങ്ങനെ പതിവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, മുഴുവൻ ശിവപരമായിട്ടാണ്. ദീക്ഷിതന്മാരാണ്. ശിവദീക്ഷ അതൊരു പ്രത്യേക അവസ്ഥയാണ്. വിഷ്ണു ദീക്ഷ, ശിവദീക്ഷ, ദേവീ ദീക്ഷ, ഇങ്ങനെ ശൈവം, വൈഷ്ണവം, ശാക്തേയം 3 തരത്തിലാണ്. അതിൽ ശിവദീക്ഷ അതൊരു പ്രത്യേക ദീക്ഷയാണ്. ഭൗതികതയുടെ നിസ്സാരത അവരവരുടെ ശരീരത്തിലും കൂടി പ്രകടമാവണം എന്ന് മഹാദേവൻ ഭക്തന്മാരോട് ഒരു ശാസനം ഉണ്ട്. അത് ആ രീതിയിലാണ്. അപ്പോൾ ഈ അഘോരിയൊക്കെ അങ്ങനെ വന്നതാണ്. എല്ലാ ശിവഭക്തന്മാരും ഇങ്ങനെയാണോ? വേഷഭൂഷാദികൾക്ക് വ്യത്യാസമില്ല എന്ന് വെച്ചാൽ ഒരു ശ്രദ്ധയില്ല, ദുർവാസാവിനെ പോലെ. അപ്പോൾ അതിൻ്റെ താല്പര്യം എന്താ വെച്ചാൽ ഈ ശരീരത്തിനോട് ഒരു താല്പര്യവും വേണ്ട, പക്ഷേ ഈ ശരീരത്തിനെ ഉപയുക്തമായിട്ട് ഉപയോഗിക്കുകയും വേണം. മഹാദേവനിൽ എത്താനുള്ള മാർഗമായിട്ട് ഭഗവാൻ തന്നെ ശിവമാർഗം, ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം, ശിവമാർഗം പറഞ്ഞു തന്നതാണ്. ഭഗവാനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ്. അപ്പോൾ അതിൽ സഞ്ചരിക്കണം. അതിന് ഈ ശിവദീക്ഷ വേണം. ശിവദീക്ഷ ഉണ്ടായാൽ മാത്രമേ 2 എന്നുള്ള തോന്നൽ, അതായത് 2 തരത്തിലാണ്. ദ്വിത്വം കടക്കണം, എന്നിട്ട് ബ്രഹ്മത്തിലേക്ക് എത്തണമെന്നാണ്. ഇപ്പം ഞാൻ ഈ ദേഹമല്ല എന്നുള്ള തോന്നലിൽ എത്തണമെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 എന്ന് തോന്നണം എന്ന് പറയാനുള്ള കാരണം. അതായത് ഞാൻ ബ്രഹ്മമാണ് എന്ന് തോന്നണമെങ്കിൽ എന്ത് വേണം? ദേഹബോധത്തെ ഒഴിവാക്കണം. ഞാൻ ഇപ്പോൾ ദേഹബോധിയായിട്ടാണ് ഇരിക്കുന്നത് എന്ന ബോധം ഉണ്ടാവണം എന്നാണ് ഈ 2ാമത്തെ ഭാവം. അപ്പോൾ നമുക്ക് ആഹാരം ഒഴിവാക്കാൻ പറ്റുമോ? നിദ്ര ഒഴിവാക്കാൻ പറ്റുമോ? ആഹാര നീഹാര നിദ്രാവിഹാരങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ. അത് ദേഹബോധം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ബോധത്തിൽ നമ്മൾ എത്തണമെന്നാണ് 2 എന്നുള്ള ബോധത്തിൽ വേണമെന്ന് പറയാനുള്ള കാരണം. ഈ ദേഹബോധം ഇല്ലാണ്ടാവാൻ സാധിക്കും യഥാർത്ഥത്തിലുള്ള അഷ്ടാംഗയോഗാദികൾ ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് മുകളിലേക്ക് കയറി പടി 6 കടന്നു കഴിഞ്ഞാൽ എന്ന് സാരം, 7ാമത്തെ സ്റ്റെപ്പിലെത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ദേഹബോധം ഇല്ല. ലൗകിക ജീവിതത്തിൽ 32 ദിവസം ആഹാരം ധാന്യം
ചെന്ന് കഴിഞ്ഞിട്ടില്ല വെച്ചാൽ, ധാന്യ അംശങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടില്ല വെച്ചാൽ നമ്മൾ മരിക്കും. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, മരിക്കും. അത് മറികടക്കാൻ സാധിക്കും ഈ അഷ്ടാംഗ യോഗം കൊണ്ട്. അപ്പോഴാണ് ദ്വന്ദ്വം കടന്നു എന്നുള്ള അവസ്ഥയിൽ എത്താൻ സാധിക്കുള്ളൂ. സോ അത് ആ ഒരു ഭാവത്തിലാണ് ഈ യഥാർത്ഥത്തിലുള്ള അഘോരി എത്തുക. അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അത്ര പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആഹാരമില്ലാതെ കണ്ട് വെറും ഇല മാത്രം, ആ ഇലയിലുണ്ട് കേട്ടോ ധാന്യം, അതിന് എന്തോ ചില നിയമങ്ങളുണ്ട്. ഒറ്റ ഇല മാത്രം തിന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. ജലം അന്തരീക്ഷത്തിൽ നിന്ന് പാമ്പുകൾ എടുക്കുന്ന പോലെയൊക്കെ എടുക്കാൻ പറ്റത്രേ. ജലമായാലും ശരി, കാരണം അന്തരീക്ഷത്തിൽ ഈർപ്പങ്ങളുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിനുള്ള ജലം അത്രേ വേണ്ടൂ, ശരീരത്തിന് അത്രേ വേണ്ടൂ എന്നാണ്. നമുക്ക് പറ്റില്ല, അഘോരികൾക്കേ പറ്റുള്ളൂ. എല്ലാ അഘോരികൾക്കൊന്നും പറ്റില്ല, അതിൻ്റെ മാക്സിമത്തിൽ എത്തണം, അങ്ങനെയൊക്കെ ആയാലേ പറ്റുള്ളൂ. അപ്പോൾ അത്രയും പ്രാധാന്യം ഈ 2 എന്ന് തോന്നണം എന്ന് കണക്കാക്കിയത് ഇതാണ്. ദേഹബോധം വിടണം. ദേഹബോധം വിട്ടുള്ള ഒരാൾക്ക് 2 എന്നുള്ള തോന്നലുണ്ടാവില്ല. അപ്പോൾ അതുവരെ 2 എന്ന് തോന്നണം. എനിക്ക് ഇപ്പോൾ ഈ ദേഹത്തിലാണ് ഇരിക്കാനുള്ള അവസരമുള്ളൂ, ഇനി ഈ ദേഹത്തിൽ നിന്നും മോചനം നേടണം, ഇതാണ് 2 എന്ന് തോന്നണമെന്ന് പറയാൻ കാരണം. അപ്പോൾ അതിലേക്ക് എത്തിക്കുകയാണ് ശിവപുരാണം. വളരെ വിഷമാണ് അത് മുഴുവൻ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ. പറയുന്ന രീതിയിലും അങ്ങനെയാണ്, കുറച്ച് ആവർത്തനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുഴുവനെ അവിടെ ഉൾക്കൊണ്ടിട്ട് അങ്ങോട്ട് ജീവിക്കാനും കുറച്ച് പ്രയാസമാവും. പ്രത്യേകിച്ച് ഈ വൈഷ്ണവമായതുകൊണ്ട്, വൈഷ്ണവായാലും ശാക്തേയം കുറച്ച് പ്രശ്നമാണ്. വൈഷ്ണവം വളരെ ഈസിയാണ്, പക്ഷേ ഈസിയാണ് എന്നേ ഉള്ളൂ, അതിലുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ. എങ്കിലും ശൈവ വൈഷ്ണവ ശാക്തേയം ഈ ശിവപുരാണവും അംഗീകരിച്ചുകൊണ്ടാണ് അതൊക്കെ ദേഹബോധത്തിൽപ്പെട്ടതാണ് എന്നാണ്, അവിടെ നിന്ന് അങ്ങോട്ട് മറികടക്കണം. അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഘടന. ഇങ്ങനെ അഷ്ടദിക്പാലകന്മാരെ കൂടി നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആ ശിവതത്വത്തെ നമുക്കും ഭഗവാൻ മനസ്സിലാക്കി തരുമാറാകട്ടെ. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് കുമാരഖണ്ഡത്തിലെയാണ്. കുമാരഖണ്ഡത്തിൽ സുബ്രഹ്മണ്യൻ ഉണ്ടായതും താരകാസുരനെ വധിക്കുന്നതായിട്ടുള്ള രംഗങ്ങളെയാണ് നമ്മളിപ്പോൾ ഇതുവരെ പാരായണം ചെയ്ത് വെച്ചത്. ഇനി ഗണേശൻ ഉണ്ടായത് പാർവതിയുടെ അഴുക്കിൽ നിന്ന് എന്നൊക്കെയാണ് പറയുക. അമ്മ സ്വയമേവ ഉണ്ടാക്കിയതാണ്. ആ ഒരു രംഗത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. നമുക്കത് കേൾക്കാം. ശ്രീ ഗുരുവായൂരപ്പ മൂലപ്രകൃതിയുടെ കാവൽക്കാരനായിട്ടാണ് പറയുക. മൂലപ്രകൃതിയുടെ ദ്വാരപാലകൻ മൂലഗണപതി. അത് അന്തരീക്ഷ ധൂളികളെ കൊണ്ട് ഒരു കൃത്രിമ പാർശ്വത സമ്പ്രദായത്തിലാണ് ഗണപതിയെ ശ്രീ പാർവതി സ്വയമേവ തൻ്റെ രക്ഷകൻ, അംഗരക്ഷകൻ എന്ന രീതിയിൽ സൃഷ്ടിച്ചത്. ശിവൻ്റെ സാന്നിധ്യം ഇല്ലാണ്ട്. അപ്പോൾ ഒരു ഉണ്ണിയുടെ സുന്ദര രൂപത്തെ കൊടുത്തുകൊണ്ട് തൻ്റെ സ്വന്തമാക്കി എന്നാണ്. അത് മഹാദേവന് ഇഷ്ടമായില്ല. അപ്പോൾ മഹാദേവൻ അത് ആ ഉണ്ണിക്കും അതേപോലെ തന്നെ ഒരു വലിയ ആൾ എന്നുള്ള നിലയ്ക്കുള്ള ഒരു തോന്നലുണ്ടായതുകൊണ്ട് ആ തലക്കനത്തെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. എന്നിട്ട് ആ തലയ്ക്ക് ആനയുടെ ഒരു രൂപം, അതായത് തലക്കനം എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, അഹങ്കാരം വന്നു കഴിഞ്ഞാൽ എത്രയാണ് ശരി. അപ്പോൾ ഒരു ആനയ്ക്ക് വലിയ കനാണ് എന്ന കൂട്ടത്തിൽ ഒരു ആനയുടെ രൂപം. അപ്പോൾ അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാവാൻ തോന്നുന്നുണ്ട്. ഏതായാലും തല അടുത്ത് കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ട ജീവിയുടെ ശിരസ് വെട്ടിക്കൊണ്ടുവന്നിട്ട് ഈ ഉടലിൽ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ജീവൻ വയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കണ്ടത് ആനയാണ്. അതൊരു അസുരനായിരുന്നു. ആ അസുരൻ ആനയായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ആ അസുരൻ അപ്പോഴേക്കും ആസുരഭാവം വിട്ട് ദേവഭാവത്തിലേക്ക് എത്തിയിരുന്നു. ആ ദേവഭാവത്തോടു കൂടി നിൽക്കുന്നതായിട്ടുള്ള ഈ ഉണ്ണിയുടെ ഈ തേജസ്സും ആ ആനയുടെ ശിരസിലേക്ക് ചേർത്തു. അതാണ് ഗണപതിയായിട്ട് വീണ്ടും ഈ ശിവയുടെ പുത്രിയായിട്ട് ശിവൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ശിവപാർവതിമാർക്ക് ഉണ്ണിയായിട്ട് മാറിയത്. ആ ഗണേശൻ്റെ അവതാരാദി കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഉത്ഭവാദി കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് സ്മരിക്കാനുള്ളത്. കേൾക്കാം. ഓം. ഇപ്പോൾ 71ാമത്തെ ഭാഗമാണ് ഇത് പാരായണം ചെയ്യുന്നത്.
നമ്മൾ 69 എന്നാണ് പറഞ്ഞത്, അത് 70. ഇനി 71ാമത്തെ ഭാഗം നമുക്ക് കേൾക്കാം. ഓം നാരദൻ ചൊല്ലി പിതാവേ ശിവകഥ എത്ര കേട്ടാലും മതി വരില്ല പ്രഭോ. കാർത്തികേയൻ്റെ കഥ പറഞ്ഞു ഇനി വിഘ്നേശ ജന്മവും ലീലയും ചൊല്ലണേ. ബ്രഹ്മാവും നാരദനും തമ്മിലുള്ള സംവാദമായിട്ടാണ് ഈ സംഹിത കടന്നു പോകുന്നത്. നമുക്കത് കേൾക്കാം. എന്നു കേട്ടു വിധി ചൊല്ലി സുധാ ഋഷേ, പണ്ടു ഞാൻ ചൊല്ലി ശനി ദോഷബാധയാൽ വിഘ്നേശ ശീർഷം മുറിഞ്ഞപ്പോൾ ആനതൻ ശീർഷത്താൽ ജീവനേകി ശിവൻ ആദിയിൽ. നീലവരാഹകാലത്തെ കഥ ഇത്, മൂലഗണപതി രൂപം ജഗത്തിതിൽ. ശ്വേതവരാഹകൽപ്പത്തിലെ സൽക്കഥ, ആനമുഖനായ ഗൗരീസുത കഥ. അപ്പോൾ കൽപ്പത്തിൽ 2 ഭാഗങ്ങൾ. ഇതിൽ ആദ്യത്തെ ഈ നീല നൃവരാഹം, ശ്വേത നൃവരാഹം. ശ്വേതവരാഹമാണ് ആദ്യത്തെ. രണ്ടാമത്തെ ഈ നീല നൃവരാഹം. അപ്പം അത് ആ കാലത്തെ കഥയാണിത്. 50 ബ്രഹ്മാവിൻ്റെ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ഒരു ഭാഗമാണ്. 108 വയസ്സാണ് സ്വതേ പറയുക. 100 വയസ്സ് കണക്കാക്കുമ്പോൾ നേർപകുതി അർദ്ധാംശം കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഈ ഗണപതിയുടെ ശിരസ് മാറ്റം എന്ന് പറയുക. ശംഭു മുറിച്ചു സ്വപത്നി സുത ശിരസ്, സ്നേഹനിധി സൃഷ്ടി സംഹാരകാരകൻ. ചൊല്ലി ജയ വിജയ ഗൗരി തോഴിമാർ, രുദ്രഗണം രുദ്രസേവകരല്ലയോ. നന്ദിയും ഭൃംഗിയും രുദ്രാജ്ഞാപാലകർ, വേണം ശിവയുടെ പാർഷദ വൃന്ദവും. ഗൗരി കുളിക്കുമ്പോൾ വന്നു സദാശിവൻ, ലജ്ജ തോന്നി അപ്പോൾ ചിന്തിച്ചു പാർവതി. പാർഷദരുണ്ടെങ്കിൽ എത്തില്ല ശങ്കരൻ, നിശ്ചയിച്ചു ഭൃത്യസൃഷ്ടി നടത്തുവാൻ. ഏറ്റവും യോഗ്യൻ സമർത്ഥൻ ബലൻ മമ, ആജ്ഞയെ പാലിക്കും സേവകൻ ദാസനായി. ഇങ്ങനെ ചിന്തിച്ചു സ്വന്തദേഹത്തിലെ നിർമ്മലമാകും ചളിയെടുത്തു സതി. സൃഷ്ടിച്ചു സുന്ദര ബാലനെ ശ്രേഷ്ഠനെ, ദോഷമെഴാതേറ്റം ശോഭയുള്ളേകനെ. വളരെ പ്രത്യേക രീതിയിലാണ്. എല്ലാവർക്കും ഉണ്ട് പാർഷദർ, പാർവതിക്കും ഉണ്ട് കേട്ടോ പാർഷദർ, ഇല്ലായിട്ടല്ല. പക്ഷേ ശിവപാർവതിമാർ ചേർന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ പറ്റുന്ന ഒരബദ്ധമാണ്. ഈ സ്വകാര്യത എന്നുള്ളത് കല്യാണം കഴിഞ്ഞാലും സ്ത്രീക്ക് വേറെയാണ്, പുരുഷന് വേറെയാണ്. അതിനെ അംഗീകരിച്ച് കൊടുക്കുക തന്നെ വേണം. രണ്ടും 2 വ്യക്തികളാണ്, ശരീരം മാത്രമേ ഉള്ളൂ. അയോജിപ്പ് എന്നുള്ളത് വിവാഹം ആ രീതിയിലാണ്. പിന്നെ മനസ്സ് ഒന്നാവേണ്ടത് ഭഗവാങ്കൽ എത്താനുള്ള മാർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ യാദൃശികമായിട്ട് മഹാദേവൻ ഈ പാർവതി കുളിക്കുന്ന സമയത്തേക്ക് അവിടെ ചെന്നു. അപ്പോൾ അത് ഇഷ്ടമായില്ല പാർവതിക്ക്. നമ്മൾ ആലോചിക്കുക, ഇതിപ്പോൾ സ്നാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ മാക്സിമത്തിലായിപ്പോയി, അതുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. നമുക്ക് തന്നെ പല സ്വകാര്യതകളും ഉണ്ടാവും. ആ സമയത്ത് ഭാര്യയുടെ അടുത്ത് ഭർത്താവും ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യയും വരാൻ പാടില്ല എന്ന് അവരവർക്കെങ്കിലും തോന്നുന്നതായിട്ടുള്ള രംഗങ്ങളുണ്ടാവും. അതിനെ അംഗീകരിക്കുക എന്നത് 2 പേരുടെയും കടമയാണ്. ഇവിടെ അങ്ങനെ ഒരു രംഗം വന്നപ്പോഴാണ് ഈ ദേവതമാരായതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉണ്ണിയെ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കിയത്? പാർവതിയുടെ ദേഹത്തിൽ അഴുക്ക് എന്നുള്ളത് ഇല്ല, ശുദ്ധ സത്വമാണ്. അപ്പോൾ പാർവതിയുടെ അഴുക്കിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്നാ. അതായത് ശരീരത്തിലെ പൊടി, ഇപ്പോൾ പാദധൂളി, അത് അഴുക്കല്ല. അത് ഒരു കാരണവശാലും ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ മുകളിൽ അഴുക്കുണ്ടെങ്കിൽ അത് അഴുക്ക് തന്നെയാണ്. പക്ഷേ ഈ ദേവതമാരുടെ പാദത്തിലേക്ക് ഈ അന്തരീക്ഷത്തിലെ പൊടിയായാലും വേണ്ടില്ല, ഭൂമിയിലെ പൊടിയായാലും വേണ്ടില്ല, അത് വന്നു ചേർന്ന് കഴിഞ്ഞാൽ അത് അഴുക്കല്ലാണ്ടായിട്ട് മാറി. അപ്പോൾ ആ ശരീരത്തിലെ ഈ പൊടി എടുത്തുകൊണ്ടാണ് ഉണ്ണിയെ ഉണ്ടാക്കിയത്. അതാണ് പറഞ്ഞത്. ഇങ്ങനെ ചിന്തിച്ചു സ്വന്തദേഹത്തിലെ നിർമ്മലമാകും ചളിയെടുത്തു സതി. സൃഷ്ടിച്ചു സുന്ദര ബാലനെ ശ്രേഷ്ഠനെ, ദോഷമെഴാതേറ്റം ശോഭയുള്ള ഏകനെ. ഇങ്ങനെയാണ്. വളരെ വല്ലാത്തൊരു ഭാവമാണ് ഗണപതി. നമ്മൾ ഗണപതി ഹോമത്തിനൊക്കെ ഗണാനാം പതി എന്നാണ് ഗണപതി. ഗണങ്ങളുടെ നാഥനാണ്. പിതാവ്, ഭർത്താവ്, രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് വരിക.
അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവഗണാനാം പതി ആണ് ഈ ഗണപതി. ഗണപതിക്ക് മുഖ്യസ്ഥാനം, ആദ്യത്തെ പൂജ എന്നെല്ലാം ബ്രഹ്മാവിനാൽ വിധിക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ഈ തലയർത്ത് രണ്ടാമത് ഗണപതി വന്നപ്പോഴാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഗണങ്ങൾക്കും, ദേവഗണങ്ങൾക്ക് 33 കോടി ദേവഗണങ്ങൾക്കും 66 ഭൂതഗണങ്ങൾക്കും എല്ലാവർക്കും മീതെയാണ് ഗണപതിയുടെ സ്ഥാനം. അപ്പം അതുകൊണ്ട് നാഥൻ എന്ന നിലയ്ക്ക്, ഗണാനാപതി എന്ന നിലയ്ക്ക് ഗണപതി ബ്രഹ്മമായിട്ട് പറയുമ്പോൾ ആ ഗണപതിയെ പൂജിക്കുന്ന സമയത്ത് ഹോമാചാരത്തോട് കൂടിയിട്ട്, ഹോമാചാരമൊന്നും വേണ്ട, അങ്ങനെ പൂജിക്കുന്ന സമയത്ത്, ഗണപതി ഹോമാദികൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ദേവീദേവന്മാർക്കും നമ്മൾ ദ്രവ്യം സമർപ്പിച്ചുകൊണ്ട് ആ എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം ഗണപതിയിൽ നിന്നും കിട്ടും. വേറെ ഒന്നും ചെയ്യണ്ട. ഭൗതികമായിട്ടുള്ള സൂര്യൻ തൊട്ടുള്ള ഈ അഷ്ടദിക്പാലകന്മാർ, വായുദേവൻ, അഗ്നിദേവൻ, ജലദേവത, വരുണൻ, ഇതൊക്കെ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളുടെ ഈശ്വരന്മാരാണ്. അതേപോലെ സൗരയൂഥത്തിൻ്റെ നാഥനായിട്ട് സൂര്യൻ, സൂര്യചന്ദ്രന്മാർ, രാത്രിയുടെ ചന്ദ്രനാണ്. അപ്പം ഇങ്ങനെ ഭൂമിദേവി ആയാലും ഈ നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഗ്രഹങ്ങൾ, രാശികൾ, സൂര്യൻ തൊട്ടുള്ള ഓരോന്നും, അവരെ മുഴുവൻ നമുക്ക് ഈ നവഗ്രഹങ്ങളായാലൊക്കെ ഗണപതി ഹോമത്തിൽ സന്തോഷിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ വീട്ടിലൊരു ഗണോദമം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ആയി എന്നർത്ഥം. അറിയുന്ന ഒരു ആചാര്യനാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം കൂടുതലാണ്. കാരണം ഇത് അറിഞ്ഞാണ് ചെയ്യുക. മറ്റേതെന്ന് വെച്ചാൽ ചെയ്യും, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിലും അത് അത്ര വ്യത്യാസം ഉണ്ടായിരുന്നു. രണ്ടും ഒരേപോലെ കണക്കാക്കരുത്. രണ്ടും ഒരേപോലെ കണക്കാക്കിയാൽ ചെയ്യണ പ്രവൃത്തിയൊക്കെ ഒരേപോലെയാണ്, പക്ഷേ അതിൻ്റെ ഫലത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ആ ഗണപതിയാണ് ഇവിടെ ഉണ്ടാക്കിയത്. അത് പ്രകൃതി ഈശ്വരിയാണ് പാർവതി. പവതി ഇതി പാർവതി എന്നാണ്, രക്ഷിക്കുക എന്നാണ് പാർവതിയുടെ അർത്ഥം. ശിവം എന്നുള്ളത് സർവം മംഗളമാക്കി തീർക്കുമെന്നാണ്. അതിന് ശിവയാണ് കാരണം. ആ ശിവയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ഗണപതി. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെയും നാഥനാണ് എന്ന് സാരം. അതുകൊണ്ടാണ് ഗണതിഹോമം ചെയ്തു കഴിഞ്ഞാൽ ഈ ഫലമുണ്ടാകും എന്ന് പറയാൻ കാരണം. നമുക്ക് കഥയിലേക്ക് വരാം. ഓം ഏറ്റം വലൂതാം സ്വപുത്രനോടു ശിവ ചൊല്ലി നീ എന്നുടെ പുത്രൻ മമപ്രിയൻ. സ്നേഹിപ്പൂ നിന്നെ ഞാൻ എൻ വാക്കു കേൾക്കണം, നീ മാത്രമേ ഉള്ളൂ പാരിലേക്കാശ്രയം. പാർവതി പറയാണ്, എനിക്ക് ഉണ്ണിയായിട്ടില്ല നീ, എനിക്ക് നീ മാത്രമേ ആശ്രയമുള്ളൂ. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ സന്തോഷിപ്പിക്കുക, ഇത് അമ്മമാർ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അതിൻ്റെ വലിയ ഫലമാണ്. അപ്പോൾ അത് കേട്ടു ഉണ്ണി. ഇങ്ങനെ കേട്ടോതി പുത്രൻ വിനീതനായി, എന്താകിലും അമ്മേ ചെയ്യും ഞാൻ നിശ്ചയം. കാരണം ദേവാധിദേവനാണ്, അതുകൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും. പിന്നെ അമ്മയുടെ ഈ അനുഗ്രഹമുണ്ട്, ശിവപാർവതിമാരുടെ അനുഗ്രഹമുണ്ട്. അതാണ് അവിടെ ശിവൻ്റെ അനുഗ്രഹം ഇല്ല എന്നല്ല, ശിവൻ്റെ അനുഗ്രഹം ഉണ്ട്. അങ്ങനെയാണ്. ഇങ്ങനെ കേട്ടു ശിവയോതി നീ സുധ എൻ ദ്വാരപാലകനാകണം സർവദാ. ശ്രീപാർവതി കുളിക്കുന്ന സമയത്ത് ദ്വാരപാലകനാവണമെന്നല്ല ശ്രീപാർവതി പറഞ്ഞതേ. നമ്മൾ അങ്ങനെയാണ് തെറ്റിദ്ധരിക്കുക. പുരാണം അങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായിക്കൊണ്ട് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും ആർക്കാർക്കൊക്കെ കൊടുക്കണം, അർഹതപ്പെട്ട രീതിയിൽ കൊടുക്കൂ. പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടിരിക്കൂ, കാവൽക്കാരനായിട്ടിരിക്കൂ. പ്രപഞ്ചമാകുന്ന ഞാൻ അമ്മ, പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ട് ഗണപതി, അതിലൂടെ ശിവനിലേക്ക് ഈ ജീവജാലങ്ങളെ എത്തിക്കൂ. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുളിക്കുന്ന സമയത്ത് കുളിക്കണ ആ കുളത്തിൻ്റെ കാവൽക്കാരനായിട്ട് അവിടെ നിർത്തി എന്നാണ് എല്ലാവരും. അങ്ങനെയല്ല അതിൻ്റെ സാരം. ഇതാണ് നമ്മുടെ കുളി. എന്താ ഈ കുളി? പ്രപഞ്ചത്തിൽ നമ്മൾ മുങ്ങിയിരിക്കുകയാണ്, കുടുംബാരാമന്മാരായിട്ട് മുങ്ങിയിരിക്കുകയാണ് നമ്മൾ. നമുക്ക് വേറൊന്നും അറിയില്ല. ഭാര്യ, കുട്ടി, കുടുംബം, ധനം, വിദ്യ, ഐശ്വര്യം, അധികാരം, തോന്നിയത് കാണിക്കുക, അല്ലേ? അപ്പോൾ ഇങ്ങനെ കുടുംബാരാമനായിട്ടിരിക്കുന്ന ആൾക്ക് എന്താണോ അർഹതപ്പെട്ടത് വെച്ചാൽ അത് കൊടുക്കണം എന്നാണ്. ശിക്ഷ കൊടുക്കേണ്ട വെച്ചാൽ ശിക്ഷ, അതല്ല രക്ഷ കൊടുക്കേണ്ട വെച്ചാൽ രക്ഷ. അതാണ് പാർവതി പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ കുളിക്കുമ്പോൾ എന്നല്ല, എന്നിൽ കുളിക്കുമ്പോൾ എന്നാണ്. കാരണം എന്നിലാണ് ഇരിക്കുന്നത്, പാർവതിയിലാണ് ഇരിക്കുന്നത്. നമ്മളൊക്കെ പാർവതിയിൽ ഇരിക്കുന്നവരാ. അപ്പോൾ നമുക്ക് ഈ പാർവതി തരുന്നതായിട്ടുള്ള പലതും സ്വീകരിക്കുമ്പോൾ നമ്മൾ അതിലങ്ങോട്ട് ആകർഷണം വന്ന് അതിൽ പെട്ടുപോവുക.
കെട്ടപ്പെടുകയാണ്. ഈ കെട്ടിനെ ഭേദിച്ചോളൂ എന്നാണ് പറഞ്ഞത്. എന്താ ഭേദിക്കേണ്ടത്? ഇതല്ല ശരി, ഇതിൻ്റെ അപ്പുറത്തൊരു ശരിയുണ്ട്, അതാണ് ശിവം. ആ ശിവത്തിലേക്ക് എത്തിക്കൂ എന്നാണ്. ആരാകിലുമെൻ അനുവാദമെത്തിയേ ആരാകിലും എൻ അനുവാദമെന്നിയേ എന്നടുത്തേക്കു വരാതെ തടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ അമ്മയുടെ അനുവാദം വാങ്ങിയിട്ടല്ല ഇവിടുത്തെ വസ്തുക്കളെ ഉപയോഗിക്കുന്നത്, സ്വീകരിക്കുന്നത്. അപ്പോൾ അത് അമ്മയുടെ അനുവാദം വാങ്ങിയിട്ട് വേണം. അപ്പോൾ അതിന് ഫലമായി, അത്രയേ ഉള്ളൂ. അമ്മ പറഞ്ഞത്രയേ ഉള്ളൂ. എൻ്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് ഈ എൻ്റെ വസ്തുക്കൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഫലം കിട്ടും. അത് ആ രീതിയിൽ കൊടുക്കൂട്ടോ എന്നാണ്. എന്നോതി നൽകി ഒരു ദണ്ഡു പാർവതി ആശ്വാസമായി തുഷ്ടരായി ഇരുവരും. ഇപ്പോൾ ഒരു വടി കൊടുത്തു എന്നാണ്. ഈ ദണ്ഡ് എന്നുള്ളത് ശാസിക്കാനുള്ള അധികാരത്തിനെയാണ് ദണ്ഡ് എന്ന് പറയാം. അത് ഈ തല്ലാൻ ഉപയോഗിക്കുന്ന വടിയല്ല. അപ്പോൾ ഈ ശാസന അത് ഗണപതിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. എല്ലാ ദിവസവും ഗണോദ്യമം ചെയ്യണം എന്നാണ്. പണ്ടൊക്കെ നമ്മൾ അടുപ്പും ഗണോതി ചെയ്തായിരുന്നു. സ്ത്രീകളെ എന്ന് തെറ്റിദ്ധരിക്കുക, സ്ത്രീകളല്ല പുരുഷന്മാരും ചെയ്തായിരുന്നു. എല്ലാവരും അടുപ്പ് ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിൽ ലേശം നാളികേരം മറ്റേ പൂളായിട്ട് വെച്ചിട്ടുണ്ടാവും, ശർക്കര, അവില മലര്, പിന്നെ മുക്കുറ്റി കരക, തെച്ചിപ്പൂവ്, ഇതൊക്കെ കൊണ്ടു വയ്ക്കും, അതിൽ ഉപസരിക്കുകയും ചെയ്യും. അത് ശ്രീ മഹാഗണപതയ നമ അല്ലെങ്കിൽ ഗംഗണപതയ നമ. നമ്പൂരാരാണെന്ന് വെച്ചാൽ ഗംഗണപതയ നമ എന്ന് പറയും. മറ്റേ സ്ത്രീകളാണെന്ന് അവർ ശ്രീ മഹാഗണപതയ നമ എന്ന് പറയും. ഇങ്ങനെയാണ് പതിവ്. അത് ഹോമിക്കും. ഇതെല്ലാവരും ചെയ്യും. കുടുംബത്തിൻ്റെ നാഥനും നാഥയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് പണ്ടത്തെ നമ്പൂരാരുടെ ഗ്രഹങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ അത് ഈ എല്ലാവർക്കും എല്ലാം കിട്ടട്ടെ, അത് അനുവാദം ഇങ്ങനെ ചോദിച്ചിട്ട് വേണമെന്നാണ്. ഓരോ ദ്രവ്യത്തിനും അതിൻ്റേതായ മറ്റേ ഭാവവ്യത്യാസങ്ങളുണ്ട്, അതാണ്. അപ്പം അങ്ങനെ കിട്ടട്ടെ എന്നാണ്. ആലിംഗനം ചെയ്തു ചുംബിച്ചു പാർവതി കാവൽ നിന്നു സദാ ഉണ്ണി ഗണപതി. നീരാട്ടിനായി സഖിമാരും ഗൗരിയും പോയപ്പോൾ ഗൗരീപതി വന്നു പോയപ്പോൾ ഗൗരീപതി വന്നു കാരണൻ. അപ്പോൾ അമ്മ കുളിക്കാനായിട്ട് പോയപ്പോൾ മഹാദേവൻ അവിടെ എത്തി. കഥയാണ്. ലീലാചതുരൻ സമർത്ഥൻ ഗണേശനെ കണ്ടു സുതനായി കടക്കാൻ ശ്രമിക്കവേ. അപ്പോൾ മകനെ സാധാരണ രീതിയിൽ അച്ഛനെങ്ങനെയാണ് കാണുക? സ്വന്തം പുത്രൻ എന്ന നിലയ്ക്കാണ്. അപ്പോൾ ഭാര്യയുടെ അടുത്തുള്ള അനുവാദം മറ്റേ ഒരു പ്രത്യേക ഭാവം അത് മകനെ തടയാൻ അർഹതയില്ല, പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലേ കണ്ടുള്ളൂ. ലീലാചതുരൻ സമർത്ഥൻ ഗണേശനെ കണ്ടു സുതനായി കടക്കാൻ ശ്രമിക്കവേ അച്ഛനെ കാണാത്ത ഉണ്ണി തടുത്തുടൻ ചൊല്ലി കുളി കഴിഞ്ഞ അമ്മയെ കണ്ടിടാം എന്നെ തടുക്കണ്ട എന്നോതി ശ്രീ ശിവൻ പോകാൻ തുനിഞ്ഞു. തടുത്തു ഗണപതി ദണ്ഡേന്തിയോതി അനുവാദം വാങ്ങണം ആരാകിലും എൻ്റെ അമ്മയെ കാണുവാൻ. നിന്നച്ഛൻ ഗൗരീപതിയാണ് മൂഢ ഞാൻ എന്നോതി ഭൂതഗണത്തെ വിട്ടു ശിവൻ ഉണ്ണിയെ മാറ്റാൻ ബലം പ്രയോഗിക്കുവാൻ. അപ്പോൾ തടുത്തു ശിവഗണത്തെ സുതൻ. ഇവിടെ നമുക്കൊക്കെ അറിയാം, നമ്മുടേതായിട്ടുള്ള ആളുകൾ നമ്മെ സഹായിക്കാനുണ്ടാവും എന്ന്. നമ്മെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഭഗവാനല്ലാതെ കണ്ട് ഭഗവതി അല്ലാതെ കണ്ട് നമ്മെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം നമ്മൾ വന്നതും ഒറ്റയ്ക്കാണ്, പോണതും ഒറ്റയ്ക്കാണ്. ഇവിടെ നാം അനുഭവിക്കുന്നതും ഒറ്റയ്ക്കാണ് എന്ന് മനസ്സിലാക്കാം. കൂട്ടമായിട്ടാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ നാം ഒറ്റയ്ക്കാണ്, നമ്മുടേതായിട്ടുള്ള പ്രാരബ്ധം തീർക്കുകയാണ് ഈ സംഘം കൂടി. അതാണ്, അതിനെ ഒന്ന് ഓർമ്മിക്കുകയാണ് ആ ശിവൻ ഈ ഗണപതിയോട്. യുദ്ധത്തിൽ ഭൂതഗണം തോറ്റു പേടിയാൽ ശംഭുവോടോതി സുതൻ്റെ പരാക്രമം. ആജ്ഞയിട്ടു ശിവൻ കൊല്ലുക ഉണ്ണിയെ. ആ ശിവൻ എന്നെ തടയുവാൻ ആരിവൻ എന്നെ തടയുവാൻ പാരിതിൽ. ഭൂതഗണം ചെന്നു വീണ്ടും ഗണേശനെ മാറ്റാൻ ശ്രമിച്ചു, നടന്നില്ല, തോറ്റുപോയി. ഗൗരീസുതൻ തവ പുത്രൻ മഹേശ്വര ദ്വാരപാലൻ ഗണനായകൻ വീര്യവാൻ. അപ്പോൾ ഈ നമ്മുടേതായിട്ടുള്ള സൈന്യങ്ങൾ ഈ നാഥനെ തടുക്കാൻ സാധിക്കില്ല. ഏത് നാഥനെ തടുക്കാൻ സാധിക്കില്ല? നമ്മൾ ഈ ഭൗതിക വസ്തുക്കളെ സ്വീകരിക്കുക എന്ന ഒരു ഭാവം സ്വീകരിക്കുമ്പോൾ ഇതിൽ പ്രപഞ്ചത്തിലെ വസ്തുക്കളാണ്. ഇതിനെ നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് വേണ്ട എന്ന് തോന്നാൻ പറ്റുന്നില്ല. ഈ ആസക്തിയാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിനെ മറ്റ് ഭൂതഗണങ്ങളൊക്കെ കൂടിയിട്ട്, അവിടെ ശിവൻ്റെ ഭൂതഗണം എന്നല്ല, നമ്മുടേതായിട്ടുള്ള ഈ സംഘങ്ങളുണ്ടല്ലോ,
അത് എല്ലാവരും കൂടിയാലും അതിനെ ഈ ആസക്തിയെ ഒഴിവാക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഒരു സദ്ഗുരു ആണെങ്കിലോ അത് സാധിക്കും ചെയ്യും. അപ്പോൾ അത് മഹാദേവനാണെച്ചാൽ അത് സാധിക്കുമെന്നർത്ഥം. നമ്മൾ ആശ്രയഭാവം അങ്ങനെ കാണണം. അങ്ങനെ കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനെയും നമുക്ക് എടുക്കേണ്ട എന്ന് തോന്നും. അതാണ്, അത്രയും വ്യത്യാസമുണ്ട്. എന്നു കേട്ടു ശിവൻ ചെന്നു യുദ്ധത്തിനായി. അപ്പോൾ സുതൻ ധ്യാനം ചെയ്തു ഗിരിജയെ. ശക്തി നൽകി അമ്മ പൂർണ്ണനാക്കി സതി. നേരിട്ടു രുദ്രനെ ദേവകളെ ദ്രുതം. അപ്പോൾ ശിവൻ ശൂലം കൊണ്ടു സുത ശിരസ് വെട്ടിയിട്ടു. വാർത്ത കേട്ടു ഗിരിജയും. അപ്പോൾ ശിവശക്തി വേറിട്ട സൈന്യമായി ചെയ്തു പ്രളയം ശിവയുടെ ആജ്ഞയാൽ. മഹാദേവനെ എതിർത്തതായിട്ടുള്ള ഗണപതിയെ വധിക്കാൻ വേണ്ടിയിട്ട് ഭൂതഗണങ്ങളോട് പറഞ്ഞപ്പോൾ അവർക്ക് തരായില്ല. പക്ഷേ മഹാദേവൻ വന്നു ശിരസ് അറുത്തു. ന്യായം പറഞ്ഞുകൊണ്ടാണ് അറുത്തത്. ഇത് പാർവതി കേട്ടപ്പോൾ പ്രപഞ്ചം മുഴുവൻ കിടുങ്ങി എന്ന് സാരം. ഭൂതങ്ങളോടി ഒളിക്കവേ നാരദൻ സൗഖ്യമേകി ഈശ്വരർക്കൊപ്പം ഹരനെയും വാഴ്ത്തിയുടൻ പ്രശ്നം തീർക്കാൻ അമർത്യരെ ചേർത്തു. വിചാരങ്ങൾ ചെയ്തു പ്രതിവിധി. അപ്പോൾ രണ്ടുപേരും ഇനി ആശ്വസിപ്പിക്കണം, ഗണപതിക്ക് ജീവനും കൊടുക്കണം. ഇത് രണ്ടും എല്ലാവരുടെയും, ഋഷിമാരുടെയും ത്രിമൂർത്തികളുടെയും മറ്റ് ദേവീദേവന്മാരുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്തമായി മാറി. സർവരും ചെന്നു ഗിരിജയെ വാഴ്ത്തിയും കാലു പിടിച്ചു കരഞ്ഞു ഋഷികളും. അമ്മേ നമസ്കാരം ആദിശക്തി ശിവേ, സൃഷ്ടിസ്ഥിതി ലയം ചെയ്യും ജഗന്മയെ. അങ്ങു കോപിക്കിൽ പ്രളയം ഭവിച്ചിടും, മൂലോകനാശത്താൽ എന്തു നേട്ടം ശുഭേ. കോപമടക്കണേ രക്ഷിക്കൂ ഞങ്ങളെ എന്നതു കേട്ടും അടങ്ങിയില്ല ശിവ. വീണ്ടും നമിച്ചു ഋഷികൾ തൃക്കാൽകളിൽ, യാചിച്ചു തെറ്റു ക്ഷമിക്കാനും രക്ഷയും. അമ്മേ പൊറുക്കണേ കാണണേ രുദ്രനെ, ബ്രഹ്മവിഷ്ണു സുരർ ദുഃഖിപ്പൂ സർവരും. ശാന്തയാകൂ സമാധാനമേകൂ ശിവേ, ധർമ്മതൻ അമ്മതൻ പുത്രർക്ക് അഭയമേകൂ ശുഭേ. കൈകൂപ്പി നിൽക്കുന്ന ഭക്തരെ കാണവേ, ശാന്തയായി കാരുണ്യമോടെ ഓതി സതി. എൻ്റെ മകൻ ഇപ്പോൾ ജീവിക്കണം, സദാ പൂജിതനാകണം. ആദ്യം പ്രമുഖനായി അധ്യക്ഷനാക്കണം വിഘ്നേശനെ സദാ, അല്ലെങ്കിൽ നാശം വിതയ്ക്കും ഞാൻ നിശ്ചയം. അമ്മ ഈ സ്തുതിയൊക്കെ കേട്ടപ്പോൾ ഡിമാൻഡ് വെച്ചു എല്ലാ ദേവീദേവന്മാരോടും. ത്രിമൂർത്തികളൊക്കെ ഉണ്ട് അവിടെ. എൻ്റെ മകൻ അധ്യക്ഷനാവണം, ആദ്യം പൂജിതനാവണം, ഇവനുണ്ടെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കാവൂ. ഗണപതിക്ക് അത്രയും മുഖ്യസ്ഥാനം. അതൊക്കെ പിന്നെ സംശയമില്ല, എല്ലാവരും ഏറ്റുമൊക്കെ. ചൊല്ലി ഋഷികൾ സുരരോട് ഗൗരവം, ദുഃഖിതരായി ഇന്ദ്രൻ തൊട്ടവർ മാമുനെ. ശംഭുവിനോടോതി കേണുകൊണ്ടു സുരർ, ഗൗരി സുതനെ ഗോജീവൻ മഹേശ്വര. രുദ്രനോദി 3 ലോക സൗഖ്യത്തിനായി, ദേവകൾ നിങ്ങൾ വടക്കോട്ടു പോകണം. ആദ്യമായി കാണുന്ന ജീവിയുടെ തല വെട്ടി ദേഹത്തിൽ ചേർത്തേകാം പ്രാണനെ. ഉണ്ണിതൻ ദേഹം ശുചിയാക്കി ദേവകൾ യാത്രയായി നേരെ വടക്കോട്ടു മോഹിതർ. ഒറ്റക്കൊമ്പൻ ഒരു ആനയെ കണ്ടവർ, വെട്ടി തല കൊണ്ടുവന്നു ചേർത്തു സുരർ. രുദ്രനെ കൈകൂപ്പി ചൊല്ലി മഹേശ്വര, വേണ്ടതു ചെയ്യണേ ജീവനെ ഏകണേ. ഭൂതഗണങ്ങളും തുഷ്ടരായി ശംഭുവിൻ ആജ്ഞയെ പാലിച്ച ദേവകൾക്കിഷ്ടരായി. അപ്പോൾ പരശുരാമനാണ് ഒരു കൊമ്പ് ഗണപതിയുടെ അർത്ഥം എന്നൊക്കെ കഥയുണ്ട്. അവിടേക്ക് ഇനി അതി വരും. ഇതിപ്പോൾ ഒരു കൊമ്പുള്ള ഒരു ആനയുടെ ജഡമാണ് കിട്ടിയത്. ഈ ആനയുടെ ജഡല്ല, ആനയാണ് കണ്ടത്. ഈ ആന അസുരൻ്റെ ജന്മമാണ്. ആ അഹങ്കാരം തീർത്താണ് ഒറ്റക്കൊമ്പ്. വിഷ്ണു വിധി ഇന്ദ്രൻ തൊട്ട് സുരരുടൻ, ശംഭുവേ നന്നായി സ്തുതിച്ചോതി സങ്കടം. രുദ്രൻ്റെ സൃഷ്ടിയിൽ പെട്ടുള്ള ഞങ്ങളെ രക്ഷിക്കാൻ ഉണ്ണിക്കു ജീവനെ ഭൂഷണം. ശംഭുവിൻ തേജസ്സു ചേർക്കണേ ഉണ്ണിയിൽ എന്നു കേട്ടു ശിവൻ ആജ്ഞയേകി ഉടൻ. വേദം വിധിച്ചപ്പോൾ ജീവകലശവും പൂജിക്കണം വിപ്രാടനം ഉണ്ണിയിൽ. ഇങ്ങനെ ചെയ്തു എഴുന്നേറ്റു ബാലകൻ, നന്നായുറങ്ങി എഴുന്നേറ്റ പോൽ മുത. ആനമുഖനായി പ്രസന്നനായി സുന്ദരൻ, പച്ച ചുകപ്പ് നിറത്തിൽ സുകോമളൻ. അതാണ്, അതായത് ശിവൻ്റെ തേജസ്സോട് കൂടിയിട്ടാണ് പിന്നീട് ഈ ഗണപതി ഉയർത്തെഴുന്നേൽക്കുന്നത്. അവിടെ രജോ ഗുണവും ചുവപ്പ് നിറത്തിൽ ഭൗതികത ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള അത് പച്ചപ്പ. അപ്പോൾ ഈ പച്ച നിറവും ഈ ചുവപ്പ് നിറമാണ് ഗണപതിക്ക്. അപ്പം അത്ര പ്രാധാന്യമാണെന്ന് സാരം. ഗണപതിക്ക് വെറുതെ അല്ല, എല്ലാം കൊണ്ടും ഗണപതിയെ പ്രകാരത്തിൽ
ആദ്യം പൂജിക്കണമെന്നും ഗണാധ്യക്ഷനാക്കണമെന്നും പറയാനുള്ള കാരണം ഇതാണ്. പ്രകൃതിയുടെ കാവൽക്കാരനാണ് എന്ന് സാരം. നമുക്ക് പ്രകൃതിയുടെ എന്തും കിട്ടണം വെച്ചാൽ ഈ ഗണപതിയുടെ എന്ത് കിട്ടണം? അനുവാദം കിട്ടണം. അഷ്ടവസുക്കൾ, അഷ്ടദിക്പാലകന്മാർ, ഇവരുടെ അനുവാദം കിട്ടിയല്ലാതെ കൊണ്ട് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല. ആ അനുഗ്രഹം മുഴുവൻ ആര് തരും? ഈ ഗണപതി തരും എന്ന് സാരം. അതാണ് ഗൗരീസുതൻ ഏറെ കാന്തി ചൊരിയവേ സന്തുഷ്ടരായി സുരർ ശംഭൂ ഋഷി ഹരി. ദുഃഖം മറന്നു ശിവയും സുപുത്രനെ ഏറ്റവും പ്രസന്നനായി കണ്ടപ്പോൾ പാർവതി. ഇപ്പോൾ വളരെ സന്തോഷമായി അമ്മയ്ക്ക്. തൻ്റെ മകൻ എന്താ ജീവിച്ചിരിക്കുന്നു, വെറുതെ ജീവിച്ചതല്ല. അമ്മ എന്താണോ ഉദ്ദേശിച്ചത് മകനെ സൃഷ്ടിക്കുമ്പോൾ അത് അതിൻ്റെ മാക്സിമത്തിൽ ഭഗവാനാൽ അനുവദിക്കപ്പെട്ടു. ആ സന്തോഷത്തെ എല്ലാവർക്കുമായിട്ട് വീതം വെച്ചു എന്ന് സാരം. അതായത് ഇത് എല്ലാവർക്കും ഉപകാരമാവട്ടെ. കാരണം ഇങ്ങനൊരു നാഥൻ വേണം. നമുക്കും അതെ, ഞാൻ എന്നോട് ചോദിക്കണം. ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ എന്നിലുള്ള ഈശ്വരനോട് ചോദിക്കണം. ആ ഈശ്വരനാണ് ഈ ഗണപതി. ആ തരത്തിൽ നമുക്ക് ഈ ഭഗവാനെ എന്നും പ്രാർത്ഥിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ശ്രീ ശിവപാർവതിമാരേ ശരണം. ഗംഗണപതയേ നമ. ഓം